നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ചിരിച്ചു മടുത്തു. ഇനി നിങ്ങൾ കുറച്ച് ചിരിക്ക്. നമ്മുടെ കേരളത്തിലെ യുവ നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ വേണ്ടി ആദ്യം രംഗപ്രവേശം ചെയ്തിട്ടുള്ള ഒരു യുവ നടിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആ യുവ നടി ഇപ്പോൾ വലിയ ഫേമസ് ആണ്. ഇപ്പോൾ അത്യാവശ്യം റീൽസ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ നേതാവ് വേണ്ടി വന്നു ഇവളെപ്പോലുള്ള ഒരു യുവ നടിയെ കേരളത്തിലെ ആളുകൾ മനസ്സിലാക്കാൻ. ഇവൾ ഏത് സിനിമയിലാണ്, ഏത് സീരിയലിലാണ്, ഏത് ആൽബത്തിലാണ് അഭിനയിച്ചതെന്നൊക്കെ ഉള്ളത് പിന്നീടാണ് നമ്മൾ ചകഞ്ഞ് മുന്നോട്ട് പോയി കണ്ടുപിടിച്ചത് അല്ലേ? എന്തായാലും ഈ ചേച്ചി വന്നിരുന്നോണ്ട് ധൈര്യപൂർവ്വം ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി വന്ന് സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും ഉള്ള സത്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോൾ ചേച്ചിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചതും ഇതേ സ്ത്രീഗണത്തിൽപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു. കാരണം ചേച്ചി ഒരു ഒന്നാം നമ്പർ ഫ്രോഡാണെന്നും നല്ല അഭിനയം ജീവിതത്തിലും കാഴ്ചവെക്കുന്നതാണെന്നുള്ളത് കേരളത്തിലെ ബുദ്ധിയും വിവരവുമുള്ള സ്ത്രീ സമൂഹം മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ കൃത്യമായിട്ട് അതിനൊരു മറുപടി കൊടുത്തത്. നല്ല കിടുക്കാച്ചി ഒരു ട്രോൾ വീഡിയോ ഞാൻ കണ്ടു. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം ആരോപണമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഈ പറയപ്പെടുന്ന യുവ നടി, കാരണം പേര് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ആപ്പിലായി പോകും. ഇവർക്കാണല്ലോ ഇപ്പൊ നിയമത്തിന്റെ എല്ലാ പരിരക്ഷയും കൊടുത്തിങ്ങനെ നിർത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഒരു വൃത്തികെട്ടവള് കാരണം ഒരു പാവം മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടത് നമ്മൾ കണ്ട. അതിനുശേഷം ഇങ്ങോട്ട് സെയിം പാറ്റേണിൽ സ്ത്രീകൾ ചില പുരുഷന്മാരുടെ നെഞ്ചത്തോട്ട് കയറുന്നത് നമ്മൾ കണ്ടു. ഇവിടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേ നിയമം തന്നെ കൊണ്ടുവരണം. പ്രത്യേകിച്ച് ഒരു പരിഗണന നമ്മൾ അവർക്ക് കൊടുക്കുമ്പോഴാണ് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആണുങ്ങളുടെ നെഞ്ചത്തേക്കൊക്കെ ഇവർ കയറും. യഥാർത്ഥത്തിൽ പുരുഷന്മാരിൽ നിന്നും പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾ നാളെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് സത്യം തുറന്നു പറഞ്ഞാൽ അതുപോലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില വൃത്തികെട്ട കൃമി കീടങ്ങളാണ് ഇവരെ പോലുള്ള ആളുകൾ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ എവിടെയാണോ അവർ കൊണ്ടെത്തിക്കേണ്ടത് അത് കൃത്യമായിട്ട് ഇവരെല്ലാവരും കൂടെ അവിടെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ആ ഒരു യുവ രാഷ്ട്രീയക്കാരന്റെ ഭാവി നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാവരും ശ്രമിച്ചതും. അതിന് ഒരർത്ഥത്തിൽ അദ്ദേഹം ചെയ്ത തെറ്റ് എന്താണെന്ന് കോടതി പറയുന്നതിന് മുമ്പ് തന്നെ അയാൾ വിശ്വസിച്ച പ്രസ്ഥാനം പോലും തള്ളിപ്പറയുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടതല്ലേ. എന്തായാലും വരാൻ പോകുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ കൃത്യമായിട്ട് പ്രതിഫലിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ ആരും കാണാതെ പോകരുത്. കിടുക്കാച്ചി വീഡിയോ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ ചേച്ചിയെ കുറിച്ചിട്ട് വേറൊരു സ്ത്രീ പറയുന്നുണ്ട്. അതും ഒരു സ്ത്രീ തന്നെയാണ് പറയുന്നത്. നമ്മുടെ രാഹുൽ ഈശ്വരാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് രാഹുൽ ഈശ്വരാണല്ലോ. 10-24 ദിവസം അദ്ദേഹം റിമാൻഡിൽ പോയി പിന്നീട് പുറത്തു വന്നതിന് ശേഷം ആ നിലപാടിലും അതേ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന നല്ല നട്ടലുള്ള ഒരു ചെറുപ്പക്കാരനാണ് നമ്മുടെ രാഹുൽ ഈശ്വർ. എന്താണെങ്കിലും നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇന്ന് നമ്മളോടൊപ്പം ഒരു ഗസ്റ്റ് ഉണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ആദരവുള്ള ഒരു വനിതാ നേതാവാണ്. ആ വനിതാ നേതാവ് കോൺഗ്രസിലേക്ക് എത്തിയ പുരുഷന്മാർക്കും സ്ത്രീക്കും രണ്ടുപേർക്കും വേണ്ടി സംസാരിക്കുന്ന ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ശ്രീനയാണ്. മനസ്സിലാവുന്നില്ല? മനസ്സിലാക്കി തരാം. ഫ്ലാഷ് ബാക്ക്. പക്ഷെ ഇപ്പോഴും താങ്കളെ ആക്രമിക്കുന്ന, അധിക്ഷേപിക്കുന്ന, വെറുപ്പുൽപാദിപ്പിക്കുന്ന ആളുകളുമുണ്ട്. അവരോട് ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? അവരോട് എനിക്ക് പറയാനുള്ളത് സത്യം എന്നായാലും പുറത്തു വരും എന്നുള്ളതാണ്. എത്ര അസത്യ പ്രചരണങ്ങൾ കൊണ്ട് സത്യത്തെ മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യം അതിന്റെ ശോഭയിൽ തന്നെ തിളങ്ങി നിൽക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ സത്യം എന്താണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സത്യം വിജയിക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ നീതി നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിങ്ങൾക്ക് ആരും വീട്ടിൽ കൊണ്ടുവന്ന് നീതി നേടിത്തരില്ല. നിങ്ങൾ ആർജവത്തോടു കൂടി തന്നെ, ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് വരണം. നിയമ നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ നടപടികൾ സ്വീകരിക്കണം. ശക്തമായി തന്നെ മുന്നോട്ട് പോകണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശക്തമായി മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീനാജി കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ വളരെ പോസിറ്റീവായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടക്കം വിഷയത്തിൽ വന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏകപക്ഷീയമായി എന്തോ ഭയങ്കര മോശക്കാരനാണെന്നാണ് ചില ആൾക്കാർ ആദ്യമേ പ്രചരിപ്പിച്ചിരുന്നത്. എത്ര സ്ത്രീകൾക്ക് ഇതുപോലുള്ള മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. എല്ലാ സ്ത്രീകളും മുന്നോട്ട് വരികയാണെങ്കിൽ ഇത് ഇന്റർനാഷണൽ ലെവൽ ന്യൂസ് ആവും. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? അമേരിക്കയിൽ പോലും ഇത് വാർത്തയോ ഞാൻ പറയാണ്. അത്രയധികം സ്ത്രീകൾക്ക് മെസ്സേജുകൾ. അപ്പൊ എല്ലാ ചാനൽ ചർച്ചകളിലും ഈ വിഷയത്തിന്റെ വക്താവായി വരുന്ന ഒരാളാണ്. ആ സ്ത്രീ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പരിചയപ്പെട്ട 24 മണിക്കൂറിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ അവരോട് മോശമായി പെരുമാറിയത്. അപ്പോ അങ്ങനെ പറഞ്ഞിട്ട് കേരള സമൂഹത്തിന്റെ മുൻപിലേക്ക് വന്ന യാഥാർത്ഥ്യത്തിൽ ഒരു ദിവസം രാത്രി 12:30 ശേഷം ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങോട്ടേക്ക് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിനെ ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കില്ല.
അപ്പോ അത്തരത്തിലുള്ള ഒരു വ്യക്തി ഇതിന്റെ ഒരു പ്രധാന വക്താവായിട്ട് ഒരു മുന്നണി പോരാളിയായിട്ട് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള സമൂഹം എന്താണ് മനസ്സിലാക്കേണ്ടത്? അതന്നത്തെ ചോരത്തിളപ്പിന് ഫ്ലാഷ് ബാക്ക്. ഞാൻ ഈ പറയുന്നതിൽ ഒരു വരിയോ ഒരു വാക്കോ തെറ്റുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കേരള പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യണം, മുഖ്യമന്ത്രി എന്നെ അറസ്റ്റ് ചെയ്യണം. മാങ്കൂട്ടത്തിൽ അയച്ചത് അഭിലാഷ് കണ്ടോ? മാധ്യമ പ്രവർത്തകയായി 5-6 വർഷം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അവർക്ക് ബന്ധങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. എനിക്ക് തോന്നി. എങ്ങനെ അറിയാം? എനിക്കറിയാം ബാക്കിയുള്ള പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചു. അഭിലാഷ് അങ്ങനെ വാർത്ത ഉണ്ടോ? ഒരു സത്യവിരുദ്ധമായിട്ടുള്ള ഒരു നുണ പ്രചരണം, ഒരു നുണ പറയാനുള്ള ഒരു വക്താവായിട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ ഒരു തെളിവ് വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് വേണമെങ്കിൽ ഈ കാര്യം മിണ്ടാതിരിക്കാമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സന്ദേശങ്ങൾ വന്നു, എന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ല. അത്തരം ട്രാപ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ആ ട്രാപ്പ് എന്റെ അടുത്ത് ശ്രമിച്ചതാണ്, പക്ഷെ ഞാൻ അതിൽ വീണില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അത്തരം പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മിണ്ടാതിരിക്കാമായിരുന്നു. പക്ഷെ ഞാൻ മിണ്ടാതിരുന്നത് എന്റെ സഹോദരിമാരെ ഓർത്തിട്ടാണ്. അത് മാത്രമാണ് എന്റെ മനസ്സിൽ. കുറെ പെൺകുട്ടികൾക്കെങ്കിലും ഈ വേദനകളിൽ നിന്ന് ഒരു രക്ഷ കൊടുക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതിൽ വലിയ ചാരിതാർത്ഥ്യവും വലിയ സന്തോഷമുണ്ട്. ഇനി ഏത് സിനിമയിൽ അഭിനയിച്ചാലും ആ ഒരു സന്തോഷം കിട്ടില്ല എന്നുള്ളതാണ്. നാടക നടിയ കലാനിലയത്തിൽ ഉണ്ണിയാർച്ചയായിട്ട് അഭിനയിച്ചിട്ടുള്ള പെൺകുട്ടികൾ റൂം എടുത്ത് ഹോട്ടലുകളിലൊക്കെ പോകാറുണ്ട് എന്നൊക്കെ ആധികാരികമായിട്ട് മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് പറയുകയാണെങ്കിൽ ആക്ച്വലി ഐ ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ് ദാറ്റ് സ്റ്റുപ്പിഡ് സ്റ്റേറ്റ്മെന്റ്. ഇതിലും ഭേദം കട്ടപ്പാറയായി കാക്കാൻ ഇറങ്ങുന്നതാണെന്ന് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള എന്തിനെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടായിരിക്കും. അതിനായിരിക്കും ഒരു പക്ഷേ UMLA രാത്രി 12:30 ശേഷം ഒക്കെ വീഡിയോ കോൾ ചെയ്യുക, പ്ലീസ് കം ടു ടെലഗ്രാം. രണ്ടുപേരും കൂടിയാണ് തെറ്റ് ചെയ്യുന്നെങ്കിൽ പോലും സ്ത്രീയുടെ മാത്രം കല്ലെറിയുന്ന ഒരു രീതിയാണ്. അവൾക്കും ഉണ്ടാവില്ലേ വികാരങ്ങളും വിചാരങ്ങളും. മനസ്സിലായി. അപ്പൊ അതിന്റെ ഏനക്കേട് ആരും നല്ല. ഞാൻ ആരും ട്രാപ്പിൽ പെട്ടില്ല എന്ന് കരുതി മറ്റൊരു സ്ത്രീക്ക് അത്രയും ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ ചിലപ്പോൾ ഒരു സ്ത്രീക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവർ പ്രണയിക്കും, വിവാഹം കഴിക്കും എന്നെല്ലാം വിചാരിച്ച് അതിലേക്ക് വീണ് പോയിട്ടുണ്ടാകും. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാനിത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് മുന്നിട്ട് ഇറങ്ങിയത്. എന്നിട്ട് എന്നെ ഏറ്റവും കൂടുതൽ കല്ലെറിഞ്ഞത് സ്ത്രീകളാണ്. പുരുഷന്മാർ അത്രയും ഇല്ലെന്ന് ഞാൻ പറയും. അത്രയധികം മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു പെരുമാറ്റമാണ് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ വളരെ സന്തോഷം. അങ്ങനെയുള്ള ഒരു വ്യക്തിയിലേക്ക് കോൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിനകത്തുള്ള ഒരു അജണ്ട സംശയിക്കേണ്ട സാഹചര്യത്തിലേക്ക് തന്നെ പോകുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഒരു കാര്യം തന്നെയാണ്, സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരള സമൂഹത്തെ അവര് നുണ പറഞ്ഞവർ ലഭിച്ചു, മാനിപ്പുലേറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്ന ഒരു പ്രശസ്തി അല്ലെങ്കിൽ കുപ്രശസ്തി വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ബ്രാഞ്ചി ലൈൻ, അങ്ങനെ എനിക്ക് ഇതിനിപ്പോ വിലയിരുത്താൻ സാധിക്കുന്നുള്ളൂ. ജനസംസാരം അങ്ങനെ എന്റെ എല്ലാ മാനവും പോയി. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട കാര്യങ്ങൾ വേറെയും ഉണ്ട് എന്ന് നമുക്ക് ചാനലിലൂടെ അറിയാം. അപ്പൊ എത്ര പേരോട് പ്രണയം തോന്നി എന്ന് ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. രാഹുലിനെ ഉപയോഗിച്ച് ചില ആൾക്കാർ വടിയായിട്ട് വി ഡി സതീശൻജിയെ അടിക്കാൻ ഉപയോഗിക്കുന്നു, വി ഡി സതീശൻജിയെ വടിയായി ഉപയോഗിച്ച് രാഹുലിനെ അടിക്കാൻ ഉപയോഗിക്കുന്നു. അത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ കൂട്ടത്തൽ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ. സത്യങ്ങൾ എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും അതൊരു നാൾ പുറത്തു വരും എന്ന് പറഞ്ഞത് കറക്റ്റ് ആണല്ലേ. കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ചാനലിന് നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് നിങ്ങളെല്ലാവരും ചിലപ്പോൾ കേട്ട് കാണുമായിരിക്കും. ഈ പെൺകുട്ടികൾ ഇവരുടെയൊക്കെ റൂമിലേക്ക് ചെല്ലുന്നത് ഒരു ചെറിയൊരു തലോടൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഉമ്മ വെക്കാൻ, അതിൽ കുറഞ്ഞൊന്നും അവർ ചിന്തിക്കുന്നില്ല. പക്ഷേ പുരുഷന്മാർ പെട്ടെന്ന് മനുഷ്യമൃഗമായിക്കൊണ്ട് അവരെ ബലമായി പിടിച്ച് റേപ്പ് ചെയ്യുക എന്നൊക്കെയാണ് ചേച്ചി വന്ന ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. സത്യത്തിൽ ഈ സഹോദരി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ അല്ലേ. രാത്രി 12 മണിക്കൊക്കെ ഇയാളെ വീഡിയോ കോൾ ചെയ്യുക, മറ്റേ സീക്രട്ട് ചാറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് അത് സത്യസന്ധമാണല്ലോ അല്ലേ. സത്യങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും ഒന്നിനു പുറകെ ഒന്നായിട്ട്. എന്താണേലും രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന യുവ രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവി നശിപ്പിക്കാൻ വേണ്ടി ആദ്യം രംഗപ്രവേശം ചെയ്തത് ഈ പറയപ്പെടുന്ന യുവനടി, എല്ലാം തുറന്നു പറയുന്ന ഈ യുവ പ്രതിഭ തന്നെയായിരുന്നു കേട്ടോ. അതിനുശേഷം 2-3 പേരൊക്കെ വന്നു. പിന്നീട് പല വാർത്തകളും നമ്മൾ കണ്ടു. ഈ പറയപ്പെടുന്ന ആൾക്കാരൊക്കെ പിന്മാറുന്ന അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ വന്നിട്ട് പറയുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. എന്താണേലും സത്യം ജയിക്കട്ടെ, അസത്യം തോക്കട്ടെ എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്ത് എന്ന് പറയുന്ന ആ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. സ്ത്രീ കാരണം ഒരു പാവം മനുഷ്യന്റെ ജീവൻ തന്നെ ഇല്ലാണ്ടായി. അതുപോലെ സോഷ്യൽ മീഡിയയിൽ റീച്ചാകാൻ വേണ്ടി സമൂഹത്തിൽ ഞാനെന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി ഇത്തരം വീഡിയോകൾ ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ പണി കൊടുക്കണം. പിന്നെ ഞരമ്പന്മാർക്ക് കൃത്യമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരികളെ സ്പോട്ടിൽ വെച്ച് നിങ്ങൾ പ്രതികരിക്കണം, അവൻ്റെ ചെവിക്കല്ലടിച്ച് പൊളിക്കണം എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. ഒരു നിരപരാധിയെയും അപരാധിയാക്കി ഒരു നിരപരാധിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഏതവളുമാരാണെങ്കിലും അവർക്കും കിട്ടണം കൃത്യമായിട്ടുള്ള ശിക്ഷ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.